ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ് ഇപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ നമ്മുടെ പരിപാടി? വാട്ടർ ഫില്ലിംഗ് ചലഞ്ച് ആണ്. യെസ്, അപ്പം അതിനുള്ള പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അമ്മൂട്ടി? അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ബക്കറ്റ് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. കപ്പൊന്നുമില്ല, കൈ കൊണ്ട് വേണം ഇന്ന് ഒഴിക്കാൻ. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ബ്ലൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഏകദേശം ഇത്ര ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ. അപ്പം ഇതിനകത്ത് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഗ്ലാസ് നമ്മൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ അവിടുന്ന് വെള്ളം എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ തപ്പി നോക്കാനൊന്നും പറ്റില്ല. ഇതിന്റെ അവസാനം തോക്കുന്ന ആൾക്ക് എന്താണ് പണിഷ്മെന്റ്? യെസ്, പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചലഞ്ച് വീഡിയോ കാണാൻ വേണ്ടി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്നാ ഓക്കെ, ടിൻചൻ തന്നെ ഫസ്റ്റ് ചെയ്തോ. ഏത് ടിൻചൻ തന്നെ ഫസ്റ്റ് ചെയ്തോ. ഇതിപ്പോ എനിക്ക് തന്നെയാണല്ലോ. ഞാനത് നിന്നെ കൊണ്ട് ജയിപ്പിക്കാന്നാണ് വിചാരിച്ചത്. ഞാൻ നിന്നെ കൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. 5 മിനിറ്റ് സമയമുണ്ട്. 5 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഗ്ലാസ് ഫുള്ളും ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം ദ വിന്നർ. എവിടെ വെള്ളം എവിടെ? അതും തപ്പി പിടിക്കണ്ടേ? അത് ഫസ്റ്റ് തുടക്കത്തില് നമുക്ക് വെള്ളം കാണിച്ചു തരണോ നിങ്ങള്? അതെ, ഓക്കെ. ഇവിടെയാണ് വെള്ളം. എവിടെ? ഇങ്ങോട്ട് വാ. എവിടെ? ഇങ്ങോട്ട് വാ. ആ വെള്ളത്തിൽ എത്തിയില്ല ഞാൻ. അപ്പൊ തുടങ്ങാണ് കേട്ടോ. ഇവിടെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. തുടക്കം മിന്നിച്ചു. യെസ്, ഫസ്റ്റ് വെള്ളം നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, എന്റെ ഒരു വീക്ഷണം വെച്ചിട്ട് ഈ ഏരിയയിൽ എവിടെയോ ഉണ്ട്. ഓക്കെ ഓക്കെ, വീണിട്ടുണ്ട്. ഓക്കെ, അത് താഴെയാ വീണാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓക്കെ. അവിടെ പോയി വെള്ളം എങ്ങനെയാണെങ്കിലും തപ്പി പിടിച്ച് കിട്ടും. ആദ്യത്തെ പോയെന്നാ തോന്നുന്നത്. ഇതുപോലെ ഗ്ലാസ്സിന് വീഴുന്നില്ല ഇവിടെ. ടീച്ചറെല്ലാം കറക്റ്റ് സ്ഥലത്ത് എത്തിക്കുന്നത്. എന്നാ ഒന്ന് റൂട്ട് മാറ്റി പിടിക്കാം, കാരണം ആദ്യം വീണില്ലാന്ന് തോന്നുന്നു. ഇവൻ ആർക്കാണ്ടൊക്കെ വെള്ളം കൊണ്ടുപോയിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതെവിടെയാണ് ഈ പോകുന്നത്? ഇതൊന്നും കറക്റ്റ് ആയിട്ട് പോകുന്നില്ലല്ലോ. വെള്ളം മാത്രം എടുക്കാൻ അറിയാം. വെള്ളം മാത്രം കറക്റ്റ് അവിടെ മുട്ടുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാം. എന്റെ വെള്ളം ചോർന്നു പോകുന്നു, അതാണ് പ്രശ്നം. ഇവൻ എങ്ങോട്ടേ പോകുന്നത്? ഓക്കെ, വീഴുന്നുണ്ടോ? ആ, ക്ലാസ്സിലാണോ വീഴുന്നേ? അല്ല, വേറെ എവിടേക്കോ. എന്തൊരു കഷ്ടപ്പാടേ ഇത്. അങ്ങോട്ട് അങ്ങോട്ട്. ഈ മിറ്റത്ത് അവിടെ എവിടെയൊക്കെ പോയി ഇടിച്ചു വെച്ച് വീഴാ. വെള്ളം എവിടെയാ? ഇങ്ങോട്ട് ഇങ്ങോട്ട്. അവിടെ ഉണ്ടോ? ആ, അതെ, എവിടെങ്കിലൊക്കെ കൊണ്ട് ഒഴിക്കാലോ. ഓക്കെ, അസുഖല്ല സംഭവം. ഞാൻ കറക്റ്റ് ആയിട്ട് കൊണ്ട് വെച്ചാന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എനിക്ക് ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. ഈ സൈഡിലേക്ക് ആവുകയാണെങ്കിൽ, ക്യാമറ ഇവിടെ ഉണ്ടല്ലേ, ഈ സൈഡിലേക്ക് ആവുകയാണെങ്കിൽ, എവിടെ പോയി, ഈ സൈഡിലേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതും മിസ്സായി പോയി. കുറച്ചുകൂടെ നമുക്ക് എടുക്കാം, കുറച്ചധികം എടുക്കാം. കുറച്ചധികം എടുത്തിട്ട് എന്ത് കാര്യം? ഓക്കെ 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 ഓക്കെ. ആ, വീണ്. കറക്റ്റ് ആണോ? ഫസ്റ്റത്തെ വീണിരിക്കുകയാണ്. എന്നോടാ കളി. എത്ര മിനിറ്റ്? 2 മിനിറ്റ് ആയി. 2 മിനിറ്റ് ആയതേ ഉള്ളോ? 2 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. വീഴുന്നില്ലാന്ന് എനിക്കറിയാം, കാരണം താഴെ വീഴുമ്പോഴത്തേനുള്ള സൗണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ വെള്ളവും തപ്പി പിടിക്കേണ്ട അവസ്ഥയായി. ഇത് കറക്റ്റ് നമ്മൾ കൊണ്ടുപോയി ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു. കറക്റ്റ് സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് വെള്ളം തീർന്നു. പിടിച്ചു വിട്ട് വീഴുമല്ലോ. അപ്പൊ ഈ ഭാഗത്ത് എവിടെയാ വെള്ളം ഇവിടെ എത്തുമ്പോഴേക്ക് ചോർന്ന് പോകുന്നുണ്ട്. ഓക്കെ,
ഒഴിക്ക്. ഓക്കെ, അതും എവിടെയോ പോയി, യെസ്. എനിക്കറിയില്ല. കിട്ടി, ഇവിടെയായിരുന്നല്ലേ ഉണ്ടായിരുന്നത്. സേഫാണോടെ ഇത്? സേഫായി. എന്റെ കാലി. അപ്പൊ ഞാൻ എവിടെ കൊണ്ടൊഴിക്കുന്നത്? ഇവിടെ പറഞ്ഞു തരണ്ടേ? കൊണ്ട് ഒഴിക്കുന്നുണ്ടല്ലോ, അത് പോരെ. ടിൻഷനല്ലേ പറഞ്ഞേ ഇതിന്റെ റൂള്. അല്ല, ഞാൻ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തട്ടി വീഴുന്നു. ഇങ്ങോട്ടോ. എന്താ ഇവിടെ വെള്ളം. അപ്പൊ നിനക്ക് എന്റെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല, മനസ്സിലായി? പറഞ്ഞു പറഞ്ഞ. ഒഴിച്ചോ? ഒഴിച്ചു. നീ പറ്റിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 4 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റും കൂടി ഉള്ളൂ. ഇതൊരവസ്ഥയാണ് ഇത്. ഒന്ന് പറഞ്ഞാടെ. ഓർന്നെങ്കിൽ അങ്ങോട്ട്. ഓക്കെ, ഓക്കെ. ഇനി ഒഴിച്ചോ? ഓക്കെ, സംഭവം തീർന്നു. ഇനി കുറച്ച് നിമിഷങ്ങൾക്കകം ടിൻചന്റെ സമയം കഴിയുന്നതായിരിക്കും. ഇവൻ എവിടെ പോവാ? ഇങ്ങോട്ട് വാ. ഇത് ഓക്കെ. കറക്റ്റ് ഞാൻ കൊണ്ടൊഴിക്കും. ദൈവമേ. ഓക്കെ, കഴിഞ്ഞു. സമയം കഴിഞ്ഞിരിക്കുക. ഫസ്റ്റത്തേതാ ഇവിടെ ബൈക്കിനോ തോർത്തേലുണ്ട്. സെക്കൻഡ് ഇതാ ഇവിടെ, തേർഡ് ഇവിടെ. അപ്പൊ ഞാൻ ഇതിലേക്ക് വന്നില്ല ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. കണ്ടില്ലേ, അട്ടർ ഫ്ലോപ്പ് ആയി പോയി കഴിച്ചു. ഞാൻ ഗ്ലാസ് ഇതാ വളരെ ശൂന്യമായിട്ടിരിക്കുന്നത്. വെച്ചതുപോലെ തന്നെ. അപ്പൊ ഈ പണിഷ്മെന്റ് 2 പേർക്ക് മേ ബി കിട്ടേണ്ടിയിരിക്കണു. ഞാൻ കഴിഞ്ഞില്ല, അതിന് മുന്നേ ടെൻഷൻ എന്റെ വിധി എഴുതി. എനിക്കറിയാലോ, ഇത് പ്രാവശ്യമെങ്കിലും ഒഴിച്ച് ഞാൻ ജയിച്ചു. സത്യം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ദ വിന്നർ. ഓക്കെ, അല്ലെങ്കിൽ 2 പേർക്കും പണിഷ്മെന്റ് ഉണ്ട്. സോ ഗൈസ്, ദാ അമ്മൂട്ടി ദാ പൊസിഷൻ ഇരിപ്പുണ്ട്. അപ്പൊ അമ്മൂട്ടിയുടെ ടൈം ഈസ് സ്റ്റാർട്ട് നൗ. ഓക്കെ, അമ്മൂട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മൂട്ടി ദാ വന്നോണ്ടുണ്ട് കേട്ടോ. 1 പ്ലാനിങ്ങിലാണ് ഗൈസ്. എവിടെ കൊണ്ടൊഴിക്കും ഇത് കണ്ടറിയേണ്ടിയിരിക്കണു. ഞാൻ എവിടെ എത്തുമ്പോ നേടി നിന്റെ ഉടായ്പ ഇവിടെ നടക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കൊണ്ടുപോയി ഇങ്ങനെ ടച്ച് ചെയ്ത് ഒഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് സേഫായി എത്തിക്കണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഓക്കെ, വെള്ളം നീ കണ്ടുപിടിക്ക്. ഞാനും ഇതുപോലൊക്കെ കൊറേ കണ്ടുപിടിച്ചു. അതന്നെ, അവിടെ നിന്ന് എടുത്തോ. വെള്ളം എടുത്തോ. വെള്ളം എടുത്തോ. ഓക്കെ, വെള്ളം കണ്ടുപിടിച്ചു കേട്ടോ. കുറച്ച് കൂടുതൽ എടുക്കാം, എന്നാലേ അവിടെ കുറച്ചെങ്കിലും ഉണ്ടാവും. അത് നേരാ. എത്തിയാ? എത്തി. ഒഴിച്ചോ. കറക്റ്റ് ആയിട്ട് ഒഴിച്ചിട്ടുണ്ടല്ലോ അമ്മൂട്ടി. എത്ര കൃത്യമായിട്ട് അമ്മൂട്ടി ഒഴിച്ചേക്കുന്നത്. എത്തി. വെള്ളം എടുത്തോളൂ. യെസ്, അമ്മൂട്ടി വെള്ളം കൊണ്ട് വരികയാണ്. സമയമായോ? ഒഴിക്കാനായോ? ഇല്ല. ഇവിടെ ഒഴിച്ചടാ. എടാ, നീ ഉടായ്പ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. നീ അല്ല എന്നെ ഇങ്ങനെ മായം ചേർത്ത് പറയല്ലേ ടിൻച. ഉടായ്പ കാണിക്കുന്നുണ്ടോ തോന്നുന്നു. നീ കാണുന്നുണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാണ്ടില്ല. ഒഴിച്ചോ. എത്തി. നീ മനഃപൂർവ്വം എന്നെ ഇതാക്കുന്നത് അല്ല, കറക്റ്റ് അല്ലേ? നീ ഒഴിച്ചത് എത്രയോ കീർത്തിയാണ് അമ്മൂട്ടി. യെസ്, അമ്മൂട്ടി പോയിക്കൊണ്ടുണ്ട് കേട്ടോ. ഒഴിച്ചോ. എത്ര കൃത്യമായിട്ട് ഒഴിച്ചു കേട്ടോ. 2 മിനിറ്റ് ആയി. ഒരു ബൗളില് ആ ഗ്ലാസ്സിൽ 1 കൈ മാത്രം വെള്ളം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. വെള്ളം ഒഴിച്ചോ? അതിനകത്ത് വെള്ളം ഒഴിച്ചോ? ഇല്ല. പിന്നെ നീ എന്തിനാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഒഴിച്ചോ. കറക്റ്റാ. നീ തെറ്റിച്ച് പറയരുത്. ഇല്ല, ഒഴിച്ചോ. സ്നാനം, വീട്
വീഴും. എനിക്കറിയാം നീ കാണുന്നുണ്ടോ ഡൗട്ട് ഇല്ലാണ്ടില്ല. നിന്റെ കള്ളത്തരം പറയുമ്പോ കുറച്ചും കൂടെ മുന്നോട്ട് വെക്കണം എന്നുള്ള ടെക്നിക്ക് എനിക്ക് മനസ്സിലായി. ആ ഇനി വെള്ളം എടുത്തോ. ആ വെള്ളം എടുത്തോ. എടാ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട്. ഒഴിച്ചോ. സ്നാനം 3 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒന്നേലും നിറച്ചില്ലേ. നീ ആദ്യം ഇവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക 5 മിനിറ്റ്. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഡയലോഗ് കിട്ടാറ്. ഒഴിച്ചോ പക്ക. ഞാൻ അത് കഴിഞ്ഞു പോയ മാത്രം. ഓക്കെ എടുത്തോ. പൊട്ടെ. ഇത് അവിടെ എത്തുമ്പോ തരുന്നിട്ട് വെള്ളം മുഴുവൻ തീരുമല്ലോ. പക്ക. എന്റെ മോനെ ജസ്റ്റ് മിസ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നില്ല. യെസ് ദാമ്മൂട്ടിന്റെ വീണ്ടും ചെല്ലുന്നു. ദാമ്മൂട്ടിയുടെ നേരെ എത്തിയിട്ട് നിൽക്കുകയാണ്. എന്റെ മോനെ ഇല്ല ജസ്റ്റ് ഒരു മിസ്സിങ്. അപ്പൊ നിനക്ക് ശരിക്കും കാണുന്നുണ്ടോ? ഏകദേശം കണക്കനുസരിച്ച് വരുന്നു. ഓക്കെ എന്താ അല്ലേ കറക്റ്റ് പോയിട്ട്. പിന്നെ എനിക്ക് അതിന്റെ നിന്നെ കണ്ണു വെക്കല്ലേ. പിന്നെ എടുത്തോ. വാവ് എന്റെ മോനെ. 4 മിനിറ്റ് 59 സെക്കൻഡ് 5 മിനിറ്റ് ആയിരിക്കാണ്. അവിടെ എത്ര വട്ടം ഇതിനകത്ത് വെള്ളം നിറച്ചെന്നറിയാം. ഇതോ ഇത്രയും വെള്ളം അമ്മൂട്ടി നിറച്ചു കേട്ടോ. യു ആർ ദ വിന്നർ ഇൻ ദ ഗെയിം. വാട്ടർ ഫില്ലിംഗ് ഗെയിം ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്? യെസ് അമ്മൂട്ടി വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അമ്മൂട്ടി വാട്ടർ ഫില്ലിംഗ് നമ്മളെ ഗെയിം? ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ എല്ലാം ഇവിടം വരെ എത്തുന്ന എനിക്ക് മനസ്സിലായി. പക്ഷെ ഇങ്ങോട്ടേക്കെല്ലാം പോകുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നേരെ ഇനി പണിഷ്മെന്റിലേക്കുള്ള ടൈമാണ്. നമ്മുടെ കയ്യിൽ ഇതാ ഒരു ബലൂൺ ഉണ്ട്. ഈ ബലൂൺ മാക്സിമം ഊതി വീർപ്പിച്ച് പൊട്ടിക്കുക. ഓക്കെ അത് ടിൻചൻ തന്നെയല്ലേ ഏറ്റെടുക്കേണ്ടത്. യെസ് അതുകൊണ്ട് തന്നെ ചെയ്തു. ഓക്കെ അപ്പൊ പണിഷ്മെന്റ് ഐ ആം റെഡി. അപ്പൊ പണിഷ്മെന്റ് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ പോട്ടെ. ഇപ്പൊ പൊട്ടുവോ? പൊട്ടാനായി. പിഞ്ചിന് പേടിയാന്നണ്ടേ. പൊട്ടുവോ? അതണ്ട പൊട്ടും. ചെവിയിലൂടെ ഒരു കിളി പറന്നു പോയ പോലെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പണിഷ്മെന്റ് ഒരു 1.5 പണിഷ്മെന്റ് ആയി പോയി കേട്ടോ. അപ്പൊ നമ്മളെ പണിഷ്മെന്റ് കഴിഞ്ഞു. നമ്മുടെ ഗെയിം ചലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നമ്മുടെ അടുത്ത എല്ലാ വീഡിയോയിലും നിങ്ങൾ കൂടെ തന്നെ വരിക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.